الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യ സമൂഹം ഒരേ വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിത്യേന പലരോടും ബന്ധപ്പെടുന്ന, അതുപോലെ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ പോകുന്നവരുമായി സഹവസിക്കേണ്ടി വരുന്നതായ അവസ്ഥകൾ, നിമിഷങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ അടുത്തുള്ളവർ, അകലെയുള്ളവർ, എല്ലാവരും ഒരേ മാനസികാവസ്ഥയിൽ ഒരേ സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നവരോ അഭിമുഖീകരിക്കുന്നവരോ അല്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും അറിഞ്ഞ് പെരുമാറാനും ഇടപഴകാനും ശ്രമിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ട പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചപ്പോൾ വമിൻഹും മൻ യഖൂൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരുണ്ട്: റബ്ബനാ ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം, നന്മ പ്രദാനം ചെയ്യണം.
അതുപോലെ ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണം. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി, കുറച്ചൊന്നുമല്ല, ഒരു ദിവസം ഒരുപാട് തവണ പ്രാർത്ഥിച്ചിരുന്ന കാര്യമായിരുന്നു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം ചില ആളുകളുണ്ട്, അവരെന്താണ്? അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുന്യാവിൽ നല്ലത് നൽകണം. കുടുംബത്തിന്റെ വിഷയത്തിൽ, സ്വന്തത്തിന്റെ കാര്യത്തിൽ, കൂട്ടുകാരുടെ വിഷയത്തിൽ, നാട്ടിലുള്ളവരുടെ കാര്യത്തിൽ പ്രശ്നങ്ങളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, അലട്ടലുകളില്ലാതെ പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം. വെറും ദുന്യാവിന്റെ കാര്യത്തിനു വേണ്ടി ചോദിക്കുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിൽ ഒന്നുമില്ല എന്ന, ഒരു വിഹിതവും ഒരു ഓഹരിയും ഇല്ല എന്ന. ശാശ്വതമായ ജീവിതം നമ്മെ കാത്തിരിക്കുന്നത് ആഖിറത്തിലാണ്. അവിടെ നമുക്ക് സമാധാനവും സ്വസ്ഥതയും മതിയാവോളം കിട്ടണമെങ്കിൽ ദുന്യാവിന്റെ ചിന്തയും ആഗ്രഹവും മാത്രം ഉണ്ടായാൽ പോരാ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ, നിരന്തരം കാവൽ തേടിക്കൊണ്ടിരിക്കാൻ വിശ്വാസികളാണോ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അതെപ്പോഴും ശ്രദ്ധയോടുകൂടിയായിരിക്കണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോരുത്തരോടും പെരുമാറുക, ഇടപഴകുക എന്നത് വിശ്വാസി പഠിപ്പിക്കപ്പെട്ടതല്ല. നാം ആരുമായി സഹവസിക്കുകയാണെങ്കിലും, ആരുമായി പെരുമാറുകയാണെങ്കിലും വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം അതിൽ വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ കാര്യം, ഒരു മുസ്ലിമിന്റെ കാര്യം ആരെങ്കിലും മറച്ചു വച്ചാൽ, ഒരു മുസ്ലിമിന്റെ വിഷയത്തിൽ മറച്ചു വെക്കേണ്ടതായി എന്തൊക്കെയുണ്ടോ അത് മറച്ചു വെക്കാൻ നമുക്ക് സാധിച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, കോടാനുകോടി മനുഷ്യർക്ക് മുമ്പിൽ, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യം, നമ്മുടെ പ്രശ്നം മറച്ചുവെക്കും എന്ന, ഒരുപക്ഷെ നമുക്ക് പോലും സാധിക്കാത്ത കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, അബദ്ധങ്ങൾ, പിഴവുകൾ, വാക്കിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ, മറ്റുള്ളവർക്ക് മുമ്പിൽ അതിനെ മറച്ചു വെക്കാനും അതിനെ മൂടിവെക്കാനും നമുക്ക് പോലും സാധിക്കാറില്ല. പലരോടും നമ്മൾ പറഞ്ഞു പോകും, പലരോടും നമ്മൾ പങ്കുവെക്കും, പലർക്ക് മുമ്പിലും അത് പറയേണ്ടി വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നന്നാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എല്ലാവർക്കും മുമ്പിലും അല്ലാഹു മറച്ചുവെക്കും എന്ന നിസാരമായ നേട്ടമല്ല, ചെറിയ ഒരു സൗഭാഗ്യമല്ല, എത്രയോ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാ. രണ്ട് ലോകത്തും നമുക്ക് ലഭിക്കേണ്ട ഹസനത്താണിത്. ദുന്യാവിൽ മാത്രം കിട്ടിയാൽ പോരാ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ
മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ റബ്ബനാ ആതിന ഫിദ് ദുനിയാ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് കാട്ട് എന്ന പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകണം. വഫിൽ ആഖിറതി ഹസന, നമ്മുടെ കുറവുകളെ ന്യൂനതകളെ അല്ലാഹു മറച്ചു വെക്കണമെങ്കിൽ ആഖിറത്തിലെ ഹസനത്ത് കിട്ടണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ താല്പര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ ഒരു ഹദീസിലൂടെ കുറെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. യാ മഅ്ശറ മൻ ആമന ബിലിസാനി, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, വിശ്വാസത്തെ നാവിൽ മാത്രം ഒതുക്കിയവരെ, വലം യദ്ഖുലുൽ ഈമാനു ഖൽബ, വിശ്വാസം മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. നാവിൽ വലിയ വിശ്വാസമാണ്. നാവ് കൊണ്ട് പലതും പറയുന്നു, നാവ് കൊണ്ട് വാചാലരാകുന്നു, പക്ഷേ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു തരിമ്പ് ഈമാൻ ഇറങ്ങിയിട്ടില്ല. അല്പം പോലും വിശ്വാസത്തിന്റെ വെളിച്ചം മനസ്സിലുണ്ടായിട്ടില്ല. അത്തരം ആളുകളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്താബുൽ മുസ്ലിമീന, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയുന്നവരായി, പരദൂഷണം പറയുന്നവരായി, ഏഷണി പറയുന്നവരായി മാറരുത്. വലാ തത്തബിഉ ഔറാതഹും, നിങ്ങൾ ഔറത്തുകളെ പിൻപറ്റരുത്. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത് ഔറാതിഹിം, ഓരോരുത്തരുടെ ന്യൂനതകൾ എന്താ, കുറവുകൾ എന്താ, വീഴ്ചകൾ എന്താണ്, അത് പിൻപറ്റി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഫഇന്നഹു മൻ തത്തബിഅ ഔറത അഖീഹിൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരന്റെ ഏതെങ്കിലും നിലക്കുള്ള ന്യൂനത, ശാരീരികമായിട്ടോ സ്വഭാവപരമായോ ഉള്ള ന്യൂനത, അതൊരാൾ ചികഞ്ഞു പോയാൽ, ഒരാൾ അന്വേഷിച്ചു പോയാൽ, ഒരാൾ പിൻപറ്റിപ്പോയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തത്തബഅല്ലാഹു ഔറതഹു, അല്ലാഹു അവന്റെ ന്യൂനതകളെ പിൻപറ്റും എന്നാണ്. നമ്മുടെ പുറക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻപറ്റുന്ന ഒരു സാഹചര്യം, അതിനെപ്പറ്റി ആലോചിക്കാൻ കഴിയുമോ? നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളർന്ന ഈ കാലഘട്ടം, മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പിലൂടെ നമ്മൾ അന്വേഷിക്കുകയാണ്, എന്താണ് അവന്റെ പ്രശ്നം, എന്താണ് അവരുടെ പ്രശ്നം, നീ വല്ലതും അറിഞ്ഞോ? അറിയാത്തവരിലേക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുന്നു, അറിഞ്ഞവരോട് നമ്മൾ ഒരുമിടിച്ച് അന്വേഷിക്കുന്നു. നിനക്കെന്താണ് കിട്ടിയത്? നീ എന്താണ് അറിഞ്ഞത്? എന്നോടൊന്ന് പറയൂ, എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. ആ രൂപത്തിൽ സഹോദരങ്ങളെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ ഔറത്തുകളുടെ, ന്യൂനതകളുടെ, കുറവുകളെ ചികഞ്ഞു തേടിപ്പോകുന്ന ആളുകൾ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മൾ വീടിന്റെ ഉള്ളിലാണെങ്കിലും അല്ലാഹു അവനെ വഷളാക്കും എന്നാണ്. അവനെ വളരെ മോശത്തരത്തിലേക്ക്, മോശമുള്ള ആളാക്കി അല്ലാഹു മാറ്റും. വലൗ ഫീ ജൗഫി ബൈത്തി, അവന്റെ വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാലും, അവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഷളാക്കും എന്നാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ, പരലോകത്ത് തല ഉയർത്താൻ സാധിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ന്യൂനതകളെ കോടാനുകോടി മനുഷ്യർക്ക് മുമ്പിൽ പുറത്തിടും എന്നാണ്. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, ഒരിക്കലും നമ്മൾ ആലോചിക്കരുത്. സഹോദരങ്ങളെ, ഒരാളുടെ വിഷയത്തിലുള്ള പ്രശ്നം നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ അതിന്റെ പേരിൽ സന്തോഷിക്കണം. എനിക്കത് അറിയേണ്ടി വന്നില്ലല്ലോ, എനിക്ക് അങ്ങനെ ഒരവസ്ഥയിൽ അവനെ കാണേണ്ടി വന്നില്ലല്ലോ. ആ നിലക്ക് നമ്മൾ സമാധാനിക്കണം, ആ നിലക്ക് നമ്മൾ സന്തോഷിക്കണം. നോക്കൂ നിങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ, അയാളെ പറ്റിയുള്ള കുറവുകൾ, അതേപോലെ തന്നെ ന്യൂനതകൾ, അത് കേൾക്കാതിരുന്നാൽ അവന്റെ വിഷയത്തിലുള്ള സ്നേഹം നമുക്കൊരിക്കലും കുറയുകയില്ല, അതൊരിക്കലും നമ്മെ വിട്ടു പോവുകയില്ല. മറിച്ച് അതറിഞ്ഞു കഴിഞ്ഞാലോ, അവനെ പരിഗണിക്കാനോ, അവനെ ഒന്ന് കാണാനോ, അവന്റെ അടുത്തിരിക്കാനോ
അവന്റെ കൂടെ നിൽക്കാനോ നമുക്ക് മനസ്സ് വരികയില്ല. ഇതിന്റെ അർത്ഥം ഒരാളുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ നാം അറിഞ്ഞു കഴിഞ്ഞാൽ, നാം അത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടപെടണ്ട എന്നല്ല, അവനോട് ആ വിഷയത്തിൽ സംസാരിക്കണ്ട എന്നല്ല, വളരെ ഗുണകാംക്ഷയോടുകൂടി അവനെ ശാസിക്കാനും ഉപദേശിക്കാനും, അകലേണ്ട കാര്യമാണെങ്കിൽ അകലാനും, വിട്ടുനിർത്തേണ്ട വിഷയമാണെങ്കിൽ വിട്ടുനിർത്താനും ഇസ്ലാം നമുക്ക് അനുമതിയും സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. ഒരല്പസമയത്തേക്ക് മാറ്റി നിർത്തണം, നമ്മെ വിട്ടു നിൽക്കണം, കുറഞ്ഞ സമയത്തേക്ക് മിണ്ടാതിരിക്കണം. അതെന്തിനാണ്? ആ തെറ്റവർക്ക് ബോധ്യപ്പെടാനാണ്. അവരിൽ സംഭവിച്ച തെറ്റും അബദ്ധവും വീഴ്ചയും അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊന്ന് മിണ്ടാതിരിക്കണം. നമ്മൾ അധികം മിണ്ടിയാലോ അവർ വിചാരിക്കുക ഒരു കുഴപ്പമില്ല, അയാൾ എന്റെ കൂടെ ഉണ്ടല്ലോ, ബാബ എന്റെ കൂടെ ഉണ്ടല്ലോ, ഉമ്മ എന്റെ ഉണ്ടല്ലോ, അയാൾ നാട്ടിൽ അറിയപ്പെട്ട ആളാണ്, അയാൾ എന്നോടൊന്നും പറഞ്ഞില്ല, എന്നെ ശകാരിച്ചില്ല, എന്നെ ശാസിച്ചില്ല. ആ നിലക്ക് ആരാണോ തെറ്റുകാർ അവർ അതിനെ മുതലെടുക്കുന്ന, അതിനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി തെറ്റുകളെ തിരുത്താൻ, പറയേണ്ടതുപോലെ പറഞ്ഞ് അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ഏതൊരു വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ, ഒരു മുസ്ലിമിന്റെ ദുനിയാവിലെ ഒരു ബുദ്ധിമുട്ട്, ദുനിയാവിലെ ഒരു പ്രയാസം, അതൊന്ന് നീക്കിക്കൊടുക്കാൻ, അതൊന്ന് മാറ്റിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇടപെട്ടാൽ നഫസല്ലാഹു അൻഹു കുറബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലെ ബുദ്ധിമുട്ടിനെ അള്ളാഹു നീക്കിത്തരും എന്നാണ്. എത്ര അർത്ഥവത്തായ കാര്യമാണ്, എത്ര ആയത്തിലുള്ള ആശയമാണ്. ഇവിടെ ദുന്യാവിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ന്യായമായ നിലക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താൻ, അവിടെ ഒന്ന് ഇടപെടാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് മനസ്സ് വന്നാൽ, ഒരു വിശ്വാസിക്ക് സാധിച്ചാൽ, സഹോദരങ്ങളെ, ഒരാളും സഹായത്തിനില്ലാത്ത, ഒരാളും രക്ഷയ്ക്കില്ലാത്ത, ഒരാളും നമുക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നോട്ട് വരാത്ത ആഖിറ ലോകത്ത് അള്ളയാണ് നമ്മുടെ പ്രയാസത്തെ മാറ്റിത്തരുക, അള്ളയാണ് നമ്മുടെ ബുദ്ധിമുട്ടിനെ മാറ്റിത്തരുക. അതല്ലേ ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യം, നമുക്ക് നേടാൻ കഴിയേണ്ട വലിയ നേട്ടം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്സറ അലാ മുഅ്സിരിൻ ഫിദ് ദുനിയ, ദുനിയാവിൽ ഞെരുക്കം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന ഒരാൾ, ക്ലേശം അനുഭവിക്കുന്ന ഒരാൾ, അയാളെ സമീപിച്ച് അയാളെ മനസ്സിലാക്കി അയാൾക്ക് വേണ്ട എളുപ്പം കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് അയാൾക്ക് എളുപ്പം കൊടുക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. അയൽവാസികൾക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ, നമുക്ക് പരിചയമുള്ളവർക്കിടയിൽ ന്യായമായും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം, മക്കൾ മാതാപിതാക്കളോട് പറയണം, മാതാപിതാക്കൾ മക്കളോട് പറയണം, രക്തബന്ധങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ അവർക്ക് വേണ്ടി ഒന്നിക്കണം. കുടുംബത്തിൽ ശേഷിയുള്ളവർ, കഴിവുള്ളവർ, ത്രാണിയുള്ളവർ, ശേഷിയില്ലാത്തവർക്ക് വേണ്ടി ഒന്നിക്കണം. അവർക്ക് വേണ്ടി അഭിപ്രായങ്ങൾ പറയണം, അവർക്ക് വേണ്ടി സഹായങ്ങൾ ഒരുമിച്ച് കൂട്ടണം. ആ നിലക്കവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, എളുപ്പത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണമെന്ന ഒരു അധ്യാപനം ഇത് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. ഇസ്ലാം നമുക്ക് നൽകിയ സാമൂഹ്യ ബോധം നോക്കൂ നിങ്ങൾ, ഇസ്ലാം നമുക്ക് നൽകിയ സൗഹൃദ ബോധം നോക്കൂ നിങ്ങൾ, ഇസ്ലാം നമുക്ക് നൽകിയ കുടുംബ ബോധം നോക്കൂ നിങ്ങൾ. എവിടെയാ സഹോദരങ്ങളെ ഇതിന് തുല്യമായ ആശയമുള്ളത്? ഇതിന് സമാനമായ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ട ഏതാശയമാണ്, ഏത് വഴിയാണ് ഉള്ളത്? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശുദ്ധ ഇസ്ലാം എന്ന ഈ മഹത്തായ സമ്മാനത്തിന്റെ സവിശേഷത ഇതാണ്. ഓരോരുത്തരുടെയും ഉള്ളറിഞ്ഞ് അവരുടെ അകത്ത അവസ്ഥ എന്താണ്, പുറം നോക്കിയിട്ടല്ല, എന്താണ് അവരുടെ അകത്ത അവസ്ഥ?
എന്താണ് അവന്റെ സങ്കടത്തിന്റെ കാരണം? എന്താണ് അവന്റെ വേദനയുടെ വിഷയം? എന്താണ് ഇത് മനസ്സിലാക്കി ഇടപെടാൻ ആഹ്വാനം ചെയ്ത ഒരു മതത്തിന്റെ അനുയായികൾ, അതിന്റെ വാഹകരാണ് നമ്മൾ. നമ്മുടെ വസ്ത്രം ചുളിഞ്ഞാലും, നമ്മുടെ ശരീരം വിയർത്താലും, അല്പം വേദനിക്കേണ്ടി വന്നാലും, അല്പം സമയം നഷ്ടപ്പെട്ടാലും, സഹോദരങ്ങളെ, ഈ അധ്യാപനത്തെ നെഞ്ചേറ്റിയ, ജീവിതത്തിൽ ഇതിനെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ഒരു മുസ്ലിമായി, ഒരു മുഅ്മിനായി മാറാൻ നമുക്ക് സാധിക്കുക എന്നത് മരണത്തിന് മുമ്പ് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു സംശയവുമില്ല. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം. വെറുമൊരു മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമല്ല. വെറുമൊരു മുസ്ലിമായി കുറെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ, നാട്ടിലെ പ്രശ്നങ്ങളിൽ ഒക്കെ ഇടപെട്ട് അങ്ങനെ ജീവിച്ച് നിസ്കാരമില്ല, സക്കാത്തില്ല, നോമ്പില്ല, ഒന്നുമില്ല, ഖുർആനുമായി ബന്ധമില്ല, ഹദീസുകളുമായി ബന്ധമില്ല, ദീനിന്റെ വിധികളെ പരിഗണിക്കുന്നില്ല, എന്നാൽ അവൻ വലിയ മുസ്ലിമായി അറിയപ്പെട്ട് എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നു. നാളെ പരലോകത്ത് ഉപകരിക്കുകയില്ല. അള്ളാഹു അതൊന്നും സ്വീകരിക്കുകയില്ല. ഇത് വിശുദ്ധ ഇസ്ലാം ഗണ്യതമായി പഠിപ്പിച്ച കാര്യമാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദററ വലാ ദിറാർ. ഒരാർക്കും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ദ്രോഹം ചെയ്യരുത്. നമ്മുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കുന്ന ജീവിതമാകരുത്. മറ്റുള്ളവരുടെ നാവിലൂടെ ശപിക്കപ്പെടാനുള്ള, ഇരയായി മാറ്റപ്പെടുന്ന ഒരു ജീവിതമായി സഹോദരങ്ങളെ നമ്മുടേത് മാറരുത്. എന്തിനാ അങ്ങനെ ജീവിച്ചിട്ട് കാര്യം? എന്ത് ഗുണമാണ് നമ്മളെ കൊണ്ടുള്ളത്? അല്ലെ, ഒരു ശവത്തെ പോലെ നമ്മളെ കാണുക. അതേപോലെ അറിയാതെ വല്ലൊന്ന് ചെയ്തു പോയാൽ അങ്ങനെ ഉണ്ടാകും. ഞാൻ അറിഞ്ഞില്ലട്ടോ, ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല, ആ നിലക്കുണ്ടാകും. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരുത്താൻ സന്നദ്ധരാകണം. അള്ളാഹുവിനോട് പൊറുക്കല്ല തേടണം. ആർക്ക് നേരെയാണോ നമ്മൾ ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തത്, അവരെ ചേർത്ത് പിടിച്ചു പറയണം, എന്റെ റബ്ബിനോട്, നമ്മുടെ റബ്ബിനോട് എനിക്കൊന്ന് പുറത്തു തരാൻ നീ പ്രാർത്ഥിക്കണട്ടോ. അവൻ ആരാകട്ടെ, എത്ര ദുർബലനാകട്ടെ, ദരിദ്രനാകട്ടെ, അവനെ ചേർത്ത് പിടിച്ച് അത് പറഞ്ഞെങ്കിൽ മാത്രമേ, അതവൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ ഉഷാറായതാ എന്നൊക്കെ പറയും. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വേദനിച്ചവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ലാ ദററ വലാ ദിറാർ, അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വവും നിങ്ങൾ ആർക്കും അറിയാതെയും ഉപദ്രവം ചെയ്തു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ളാറ ളാറഹുല്ലാഹ്. ആരെങ്കിലും ഒരാളെ ഉപദ്രവിച്ചാൽ അല്ലാഹ് അവനെ ഉപദ്രവിക്കുന്ന, അല്ലാഹ് അവനെ ശിക്ഷിക്കും എന്നാണ്. പിന്നെയോ വമൻ ഷാഖല്ലാഹു അലൈഹി, ഒരു വിശ്വാസിയുടെ പ്രാമാണിക നിലപാടുകൾ, അവന്റെ ജീവിതത്തിലെ വിശുദ്ധി, അതിനെതിരായി ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ ആരെങ്കിലും തുനിഞ്ഞാൽ, ആരെങ്കിലും തയ്യാറായാൽ, ആരെങ്കിലും മുന്നോട്ട് വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷാഖല്ലാഹു അലൈഹി, അല്ലാഹു കൊടുക്കും ശിക്ഷ എന്ന. മനസ്സിലാകുന്നുണ്ട്? അല്ലാഹു കൊടുക്കും ശിക്ഷ. ഒരു വിശ്വാസിയെ വേദനിപ്പിച്ചാൽ, ഒരു വിശ്വാസിയുടെ പ്രാമാണിക നിലപാടുകൾക്കെതിരെ ശബ്ദിച്ചാൽ അല്ലാഹു കൊടുക്കും എന്നാണ്. അല്ലാഹു കൊടുക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചവർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇന്നും അവർ ശപിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് പേടിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ ആ പ്രാർത്ഥനയിലൂടെ നാം ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ അന്വർത്ഥമാക്കാൻ, അർത്ഥവത്താക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
പരീക്ഷണം എന്നോണം എല്ലാവർക്കും ശക്തമായ ചൂട് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങളിലും ഓരോ വിധികളിലും വളരെ വലിയ യുക്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല തണുപ്പുള്ള അവസ്ഥയാണെങ്കിലും ശക്തമായ മഴ ലഭിക്കുന്ന അവസ്ഥയാണെങ്കിലും മഴയും കാറ്റും മൂലം അപകടങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിലും ഇതുപോലെ ശക്തമായ ചൂട് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഈ ശക്തമായ ചൂടത്ത് എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ, ഒരു ചെറിയ തണുപ്പിനു വേണ്ടി, കുളിരിനു വേണ്ടി നമ്മളൊക്കെ അന്വേഷിക്കുന്നു, നമ്മളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നിത്യേന നമ്മൾ അനുഭവിക്കുകയാണ്. പല ആളുകൾക്കും രാത്രിയായാൽ നേരം വെളുപ്പിക്കാൻ കഴിയുന്നില്ല, പകലായാൽ രാത്രിയാക്കാനും സാധിക്കുന്നില്ല. അത്രത്തോളം തീക്ഷ്ണമായ ശക്തമായ ചൂടുള്ള അവസ്ഥയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് സൃഷ്ടിയായ സൂര്യനെ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല, അത്രത്തോളം അത് കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകച്ചൂടിന്റെ ഒരംശം മാത്രമാണ് ദുന്യാവിലേക്ക് നരകച്ചൂടിന്റെ ഒരംശം. 70 ഇരട്ടിയാണ് നരകച്ചൂട്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂടിന്റെ 70 ഇരട്ടിയാണ് നരകച്ചൂട്. 69. ഇന്ന് നാം അനുഭവിക്കുന്ന ചൂടാണ് ഏറ്റവും കഠിനമായ ചൂടെങ്കിൽ അത്രയും 69 ഇതിലേക്ക് ചേരാൻ കിടക്കുകയാണ്. അതാ നരകച്ചൂട് എന്ന് പറഞ്ഞാൽ. ആ നരകച്ചൂടിൽ നിന്ന് റബ്ബിനോട് കാവൽ തേടാൻ ഈ പരീക്ഷണത്തെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹ് സ്വർഗ്ഗം എനിക്ക് താ, വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ നൽകുന്നാഥ. ഒരിറ്റ് വെള്ളം കിട്ടൂല, നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ജലമല്ലാതെ ഒരിറ്റ് കുടിക്കാൻ തണുപ്പുള്ള വെള്ളം കിട്ടൂല. അതാ നരകം എന്ന് പറഞ്ഞാൽ. ആ നരകത്തെ കുറിച്ചുള്ള പേടിയും ബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഒരു ചാൺ മുകളിലാണ് സൂര്യൻ ഉണ്ടാവുക എന്നാണ്. ഇവിടെ എത്ര മൈലുകൾക്കപ്പുറമാണ് സൂര്യൻ ഉള്ളത്. അതിന്റെ ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ഒരു ചാൺ മുകളിലായി സൂര്യൻ അടുപ്പിക്കപ്പെടുന്ന ഒരു ദിവസം അകലെയല്ല എന്ന പേടി ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കലും ഈ അവസ്ഥയെ പഴിക്കുന്ന അല്ലെങ്കിൽ ശകാരിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് അല്ലാഹുവിനെ കുറ്റപ്പെടുത്തലാണ്. ഇത് റബ്ബിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ നിശ്ചയമാണ്. അതുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് ലഭിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഇത്തരം സാഹചര്യങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.